നമസ്കാരം. ലീഡർഷിപ്പ്, ലീഡർ എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന ചില രൂപങ്ങളുണ്ടാവും നമുക്കൊക്കെ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാൾ ലീഡറായിട്ട്, അത് ചിലപ്പം ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളായിരിക്കാൻ മതി, അധികം നമ്മൾ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം പൊളിറ്റിക്സിലായിരിക്കാൻ മതി, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫീൽഡിലായിരിക്കാൻ മതി. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലീഡർ എന്ന് കണക്കാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ ആട്രിബ്യൂട്ട്സാണ്. അവരുടെ ആ കാരണങ്ങൾ കൊണ്ടാണ് അവർ ലീഡർ ആവുന്നതെന്നുള്ളതാണ്. പിന്നെ ലീഡർഷിപ്പിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ട്രാൻസ്ഫോർമേഷണൽ, ട്രാൻസാക്ഷണൽ, ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ലീഡർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ വായിച്ചറിയാൻ പറ്റും. പക്ഷെ ഐ വോണ്ട് ടു ലുക്ക് അറ്റ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റാൻഡിങ്. അതായത് ഇത് കേൾക്കുന്ന എത്ര ആൾക്കാർക്ക് അവരൊരു ലീഡറാണെന്ന് തോന്നുന്നുണ്ട്? ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലാണോ ലീഡർ ആവുന്നത്? വാട്ട് മേക്സ് സമ്മൺ എ ലീഡർ? ലീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ആൾക്കാരെ കൺവിൻസ് ചെയ്ത്, ആൾക്കാരെ ഒരു ഡയറക്ഷൻ കാട്ടി, ആൾക്കാരെ ആ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും, ഞാനൊരു ലീഡറല്ല, എനിക്കങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന് വിചാരിക്കുന്നത്. ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദർ ഇസ് എ പ്രോബ്ലം. എല്ലാ ആൾക്കാരും ഇങ്ങനെ ആ പ്രോബ്ലം വന്നു എന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഒരു കാര്യം ചെയ്യുക, ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ടേക്ക് എൻ ഇനീഷ്യേറ്റീവ്. നമ്മൾ ലീഡറല്ലേ, നമ്മളുടെ ടൈറ്റിൽ വലുതായിരിക്കില്ല, നമ്മളോട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളൊരു മാനേജർ ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ വി വുഡ് ബി ജസ്റ്റ് അനദർ പേഴ്സൺ വിത്തിൻ ദാറ്റ് കമ്പനി, വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ വി റൈസ് അപ്പ് ടു ദ ഒക്കേഷൻ ആൻഡ് വി ബിക്കം എ ലീഡർ. റാൽഫ് നീഡർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റൊക്കെ നിന്നിട്ടുണ്ട്, ഇലക്ഷൻ നിന്നിട്ടുണ്ട്, ഗ്രീൻ പാർട്ടി. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ളതല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പ്രോബ്ലത്തിൽ എല്ലാവരും സോൾവ് ചെയ്യാൻ പറ്റാണ്ട് അതിനാകപ്പാട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളവിടെ പോയി നിങ്ങളതിനൊരു സ്റ്റക്കായി കിടക്കുന്ന സിറ്റുവേഷൻ അൺസ്റ്റക്കായിട്ട് യു ആർ ഏബിൾ ടു മൊബിലൈസ് പീപ്പിൾ ആൻഡ് മേക്ക് എ പാത്ത് വേ ആൻഡ് മൂവ് ഫോർവേഡ്. മറ്റുള്ളവർ ചിലപ്പം അത് കണ്ടിട്ട് ദേ വിൽ ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് ദേ മൈറ്റ് ആക്ച്വലി ലീഡ് ഇറ്റ് ആൻഡ് ടേക്ക് ഫോർവേഡ്. ചില സമയത്ത് ആൾക്കാരെ ഫോളോ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കിട്ടുക എന്നുള്ളതല്ല, മറ്റുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ലീഡർഷിപ്പ്. അപ്പം ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മളുടെ ടൈറ്റിൽ എന്താണെങ്കിലും, നമ്മൾ ഒരു കമ്പനീൻ്റെ തലപ്പത്തിലാണെങ്കിലും, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെങ്കിൽ, എന്ത് ഇതാണെങ്കിലും നമ്മളൊക്കെ നമ്മളേതായ രീതിയിൽ പലപ്പോഴും പലതും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടൈറ്റിൽ കൂടുന്നതിനനുസരിച്ചോ നമ്മളുടെ 1000 പേര് നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ല നമ്മൾ ലീഡറാവുന്നത്. വി ബിക്കം എ ലീഡർ ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ലീഡർ. ഇതിൽ സെർവൻ ലീഡർഷിപ്പ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതരം ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റിയിട്ട്. ഞാൻ സിൻസ് ഐ വർക്ക് ഇൻ ആൻ അജൈൽ എൻവയൺമെൻറ്റ് ആസ് ആൻ അജൈൽ കോച്ച്, സെർവൻ ലീഡർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ലീഡറാവുക എന്നുള്ളത്. അതായത് അവർ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഈസ് അബൌട്ട് സെർവിങ് അതേഴ്സ്. ആൾക്കാരെ സഹായിക്കുക, മെൻറ്റർ ചെയ്യുക. സോ യു ബിക്കം എ ഗോ ടു പേഴ്സൺ. ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരാൾക്കൊരു സ്ഥലത്ത് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒന്ന് ബ്രെയിൻ സ്ട്രോങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് ബോർഡായിട്ട് നിൽക്കുക എന്നുള്ളത് പോലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീൻ്റെ ഭാഗമാണ്. 1-2 പോയിന്റിൽ കൂടെ ഐ ജസ്റ്റ് ടേക്ക് യു ത്രൂ ദാറ്റ്. ഒന്ന്, ലീഡിങ് ബൈ എക്സാമ്പിളാണ്. നമ്മളിവിടെ ഇരുന്നിങ്ങനെ അത് ചെയ്യ് സൂപ്പർവൈസർ എന്നുള്ളൊരു ഇതില്ലേ, ആൾക്കാർ പണിയെടുക്കുന്നത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുക.
അതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഇപ്പോഴും ധാരാളം ആൾക്കാർ സൂപ്പർവൈസർ ടൈറ്റിലൊക്കെ ആയിട്ട് ഇതാക്കുന്നുണ്ട്. പക്ഷെ ചെയ്ത് കാണിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ലീഡറിന് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. നമ്മൾ ഏതൊരു ടീമിനെ നമ്മൾ ലീഡ് ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ അവരോട് ആ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റുക. ടെക്നോളജി ഫീൽഡിലൊക്കെ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പലപ്പോഴും ഇപ്പം ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇനീഷ്യലി ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറേ കാലമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നിർത്തി കോഡിങ് നിർത്തിയതിന് ശേഷം പലതരം ടൂൾസും പലതരം കാര്യങ്ങളും വന്നിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പം യു മൈറ്റ് നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ആക്ച്വലി കോഡ് ആൻഡ് ഷോ ദം ഹൗ ടു ഡു ഇറ്റ്. പക്ഷേ ആസ് എ ലീഡർ യു വുഡ് ബി ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീങ് ഡൺ, അതേപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റിയെന്നിരിക്കും. അപ്പോൾ ലീഡിങ് ബൈ എക്സാമ്പിൾ ഈസ് ദാറ്റ് റോൾ ദ സ്ലീവ്സ് കേട്ടിട്ടില്ലേ? എപ്പോഴും ഇങ്ങനെ ഫുൾ സ്ലീവ്സ് ഇട്ടിട്ട് ടൈയും കെട്ടിയിട്ട് അവിടെ അത് ചെയ്ത് പറഞ്ഞതിന് പകരം നമ്മളും വിത്ത് ദ പീപ്പിൾ ദാറ്റ് ആർ ദെയർ, ഈവൻ ഇഫ് വി ഹാവ് എ ലീഡർഷിപ്പ് ടൈറ്റിൽ, വി ഗോ ദെയർ ആൻഡ് വർക്ക് വിത്ത്. ഇപ്പോൾ ഞങ്ങളെ കമ്പനിയിൽ ലീഡർഷിപ്പ്, എക്സ്റ്റെൻഡഡ് ലീഡർഷിപ്പ് എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞാനൊരു പ്രോസസ് ലീഡറായിട്ട് വരും. ഒരു പീപ്പിൾ മാനേജറോ അങ്ങനെയൊന്നും റോളിൽ ഞാൻ എടുക്കാറില്ല. ഒരു പ്രോസസ് ലീഡർ ആവുന്ന സമയത്ത് അജൈൽ പ്രോസസ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ ദേ റീച്ച് ഔട്ട് ടു മീ ബിക്കോസ് ഐ ആം കൺസിഡേർഡ് ടു ബി ആ കമ്പനിയിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോസസ് ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് ദം എന്നുള്ളതുകൊണ്ട് ദേ റീച്ച് ഔട്ട് ടു മീ. ബട്ട് ഐ അറ്റൻഡ് എ ലോട്ട് ഓഫ് ലീഡർഷിപ്പ് മീറ്റിംഗ്സ്. അതായത് ഞങ്ങളെ കമ്പനിയിൽ പല ഗ്രൂപ്പുകളുടെ ലീഡർഷിപ്പ് മീറ്റിങ്ങിലേക്ക് അജൈലിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ആസ് ആൻ ഇൻവൈറ്റി ഐ ഗോ ദെയർ. അപ്പോൾ അവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംഭവം മാത്രമല്ല. നമ്മൾ ഒരു പ്രത്യേക സ്കില്ലിൽ നമ്മൾ ലീഡർഷിപ്പ് ഉണ്ട്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് ലീഡ് ചെയ്യുന്നു, പ്രോസസ്സ് ലീഡ് ചെയ്യുന്നു, ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ലീഡർഷിപ്പ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ലീഡർ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ നടക്കണു ലക്ഷം പിന്നാലെ എന്നുള്ള സംഭവമാണ് എപ്പോഴും നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ലീഡർഷിപ്പ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളൊക്കെ ഇൻഡിവിജ്വലി ഇൻ അവർ ഓൺ റോൾ വി ക്യാൻ ലീഡ്. പവർ വരുന്നുണ്ട് ലീഡറിൽ. അതായത് നമ്മൾ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അതിനുള്ളൊരു കഴിവ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് എന്നുണ്ടെങ്കിൽ. പിന്നെ എന്നുള്ളത് വിഷൻ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ കിടക്കാം. ഒരു പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ആ പ്രോബ്ലത്തിൻ്റെ മുകളിൽ ഇത് എൻ്റെ പ്രശ്നമാണ്. എവിടെയാണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. കാരണം ഈ പ്രോബ്ലത്തിന് കാരണക്കാരൻ ആരാന്ന് കണ്ടെടുത്തിട്ട് മതി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ പ്രശ്നമല്ല, ഞാൻ കാരണമല്ല, അവൻ ചെയ്തതാണ്, ഇവള് ചെയ്തതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം എന്ന് പറഞ്ഞ സംഭവം നടക്കും. അപ്പോൾ ആ ബ്ലെയിം ഗെയിം നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ദ ബേസിക്കലി സെയിങ് ദാറ്റ് ഓക്കെ ഫൈൻ, ആര് ചെയ്തു, എങ്ങനെ പറ്റി എന്നുള്ളത് നമ്മൾ പിന്നെ തീരുമാനിക്കാം. ഇന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ഫൈൻഡ് എ പാത്ത് വേ. അപ്പം ഒരു വിഷൻ. അപ്പോൾ ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എന്താ? അപ്പം ഈ പ്രോബ്ലമുള്ള പൊസിഷനിൽ നിന്നും പ്രോബ്ലം ഇല്ലാത്തൊരു പൊസിഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഒരു വിഷനാണ്. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നമ്മളുടെ വിഷൻ, അതിപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ വിഷൻ. ഞാൻ ചെറിയൊരു ഇൻസ്റ്റൻസ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ലീഡേഴ്സ് ആണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഈവൻ ദ സ്മോളസ്റ്റ് തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ അവർ വർക്ക്, ഇൻ അവർ ലൈഫ്, വി കൈൻഡ് ഓഫ് ലീഡ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ആ വിഷൻ നമുക്കൊരു ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിഷൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ ഒന്ന് എംപവർ ആൻഡ് മോട്ടിവേറ്റ് ദ ടീം. അഗെയിൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സ്ഥാനത്തിൽ ടീം എന്ന് പറയുമ്പോൾ ആ ടീമിൻ്റെ മാനേജർ ഞാനായിരിക്കണോ എന്നുള്ളൊരു തോന്നൽ വരും. ആവശ്യമില്ല. ഒരു ടീമിലുള്ള ഏതൊരു വ്യക്തിയും ആ ടീമിനെ എംപവർ ചെയ്യാം. വേറൊരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ടീമിൻ്റെ ഭാഗമാണ്, നിങ്ങൾ ആ ടീമിൻ്റെ ലീഡല്ല, ടീമിൻ്റെ മാനേജറല്ല, എന്തോ നിങ്ങൾ ചെയ്തൊരു സംഭവം പ്രശ്നമായി. അപ്പോൾ ടീമിനെ കുറ്റപ്പെടുത്താൻ ആൾക്കാർ വരും. ടീമിൻ്റെ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടായി, എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാണ്ടങ്ങനെ നിൽക്കുകയാണ്, ജോലി പോവോ എന്താ ഏതാ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ
അവിടെ വന്നിട്ട് പറയുകയാണ്, ഓക്കെ നമുക്ക് നോക്കുക എന്താ പ്രശ്നം എന്നുള്ളത്. നിങ്ങൾ ആ ലീഡർഷിപ്പ് പൊസിഷനിലേക്കാണ്ട് വരികയും നിങ്ങളതങ്ങോട്ട് ലീഡ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് യുവർ ടൈറ്റിൽ ഇസ്. നിങ്ങൾ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, മറ്റുള്ള ടീം മെമ്പേഴ്സിനെ എംപവർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ടീമിൻ്റെ ലീഡറാണെന്ന് വിചാരിക്കുക, മാനേജറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ ഡിസിഷൻ എടുത്താലേ ആ ടീം മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം സ്റ്റക്കാണ്. ആ ടീമിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് എ ഗുഡ് ലീഡർ. യു ഹവ് നോട്ട് എംപവേർഡ് യുവർ ടീം, യു ഹവ് നോട്ട് മോട്ടിവേറ്റഡ് യുവർ ടീം. യു മൈറ്റ് ബി കൺട്രോളിങ്. അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യമല്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കെൻ്റെ മാനേജറോട് ചോദിച്ച് ഒരു ടിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഒരു ട്രസ്റ്റിൻ്റെ ഫാക്ടറും കൂടെ ഉണ്ട്. എ ഗുഡ് ലീഡർ വിൽ ട്രസ്റ്റ് ദ പീപ്പിൾ ഹു റിപ്പോർട്ട് ടു ദാറ്റ് ലീഡർ. ആ ലീഡർഷിപ്പ് സ്കില്ല് മോശമാവുന്നതുകൊണ്ടാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു ടീമിനെ ഒരാൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടീമിൻ്റെ പ്രശ്നമാണ്. ഒരു ടീമിനെ ഒരാൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അയാളുടെ പ്രശ്നമാണ്. ആസ് എ ലീഡർ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് ദ പീപ്പിൾ. കാരണം ഒരു ടീം പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? ആ ലീഡറിന് തന്നെയാണ്. ആ ഒരു വിശ്വാസക്കുറവ്, വേറൊരാൾ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു ഫീലിംഗ്, അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ ലീഡർ. പിന്നെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത്, ഇത് രണ്ട് രീതിയിലാവട്ടോ. ഇപ്പം നിങ്ങളുടെ മാനേജറിന് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. എപ്പോഴും ഫീഡ്ബാക്ക് നമ്മൾ വിചാരിക്കുന്നത് മാനേജർ നമുക്ക് തരുന്നതാണ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. അത് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആസ് എ ലീഡർ യു മൈറ്റ് ഹാവ് ടു ഗിവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ടു പീപ്പിൾ. ചില സമയത്ത് നമ്മളെ മാനേജറിന് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾസോ. അപ്പോൾ ആ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് നമ്മളെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാനേജറാകുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മളുടെ മാനേജറൊക്കെ എപ്പോഴും ഡിസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കുകൾ, ആ കാര്യം ചെയ്തില്ലേ, എന്താ ചെയ്യുക, എങ്ങനെയൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ദാറ്റ്സ് നോട്ട് എ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. യു ബേസിക്കലി പ്രൊവൈഡിങ് എ ഫീഡ്ബാക്ക് ദാറ്റ്സ് വെരി നെഗറ്റീവ്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. പക്ഷെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഈസ് സെയിങ് ദാറ്റ് ആ മീറ്റിങ്ങിൽ നിങ്ങളാ പറഞ്ഞത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. സംടൈംസ് യു ബേസിക്കലി ചില ആൾക്കാർക്ക് നമ്മൾ നേരിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയണം, ഡു യു തിങ്ക് ദാറ്റ് ആ പ്രസൻറ്റേഷൻ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. കുറച്ചും കൂടെ നന്നാക്കാൻ, അതായത് വി ഷുഡ് മേക്ക് പീപ്പിൾ കംഫർട്ടബിൾ ടു ടേക്ക് ഫീഡ്ബാക്ക്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഫീഡ്ബാക്ക് എടുക്കൽ. ചില സമയത്ത് ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലൊക്കെ ചില സമയത്ത് ആൾക്കാർ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ മനസ്സിൽ നമ്മളെന്തോ ഒരു സംഭവമാണ്, ഗംഭീരമാണ്, ആ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പടുത്തുയർത്തിയ ചില്ല് കൊട്ടാരം കംപ്ലീറ്റ് പൊളിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഫീഡ്ബാക്ക് എടുക്കില്ല. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ടേക്ക് ഇറ്റ് വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതൊരു ലീഡർഷിപ്പിൻ്റെ മെയിൻ ട്രെയ്റ്റ് ആയിട്ട് വരും. പിന്നെ ഒരു പോയിൻ്റ്, കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്യാന്നുള്ള ലീഡർഷിപ്പ് സ്കിൽസ്. ധാരാളം പുസ്തകങ്ങൾ അവൈലബിൾ ആയിരിക്കും, ഇൻ്റർനെറ്റിൽ ധാരാളം സോഴ്സസ് ഉണ്ട്. യൂസ് ദോസ് സോഴ്സസ്, ബിൽഡ് യുവർ ലീഡർഷിപ്പ് സ്കിൽസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ്. എനിക്കെപ്പോഴും സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നുള്ള സംഭവമാണ് എനിക്കിഷ്ടം. ഐ ഡോണ്ട് ലൈക്ക് ദ ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ട്രാൻസാക്ഷണൽ, ട്രാൻസ്ഫോർമേഷണൽ. അതിനെക്കാട്ടും ഞാൻ ആ സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലാണ്. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് അപ്രോച്ച് ബെറ്റർ ബിക്കോസ് you feel good when you serve others, and in that process you can actually create a transformation within an individual or within a team. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സെർവൻറ്റ് ലീഡർഷിപ്പ്. ധാരാളം സോഴ്സസ് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്നതിന് പകരം ലീഡർഷിപ്പിനെ പറ്റി വായിച്ച് മനസ്സിലാക്കാൻ, ഒരു സിറ്റുവേഷനിൽ ലീഡ് ചെയ്തിട്ട് ഒരു ലീഡർ ആവാൻ എങ്ങനെ പറ്റും, എന്തൊക്കെ സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നമ്മളുടെ കഴിഞ്ഞൊരു വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളെ വർക്കിൽ നമ്മളൊരു ലീഡറായിട്ട് മാറിയത് എന്ന് നമുക്ക് കണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ബി സംതിങ് ദാറ്റ് വി ക്യാൻ
റിപ്പീറ്റ്. അപ്പം I want you all to understand that there is a leader in all of us. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, അല്ലാണ്ട് ഒരു വലിയ ടൈറ്റിൽ കിട്ടിയിട്ടോ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്ന 10 ആളെ കിട്ടിയിട്ടോ നമുക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ ലീഡ് ചെയ്യുന്നത്. നമ്മൾ ലീഡ് ചെയ്യുന്നത് നമുക്ക് ചില സ്കിൽസ് ഉണ്ട്. ടു കമ്മ്യൂണിക്കേറ്റ് എ വിഷൻ, ടു എംപവർ ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ, ടു സോൾവ് പ്രോബ്ലംസ്. ഈ സ്കിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലീഡ് ചെയ്യാൻ പറ്റുന്നത്. സോ വിഷ് യു ഓൾ ഗ്രേറ്റ് വീക്ക് അഹെഡ്. I'll see you all next week. Nabnayaka.